അപ്പോൾ ചങ്ങന്മാരെ iPhone 13 Pro ഡിസ്പ്ലേ ഒരു ഗ്ലാസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ പോയതാണ്. ഇത് വയനാട്ടിൽ നിന്ന് കസ്റ്റമർ നമ്മളതൊക്കെ വിളിച്ച് വന്നതാണ്. അപ്പോൾ അവർ വയനാട് ഷോപ്പിൽ കൊടുത്തു ഗ്ലാസ് ചേഞ്ച് ചെയ്യാൻ. അവരുടെ കയ്യിൽ നിന്ന് ഡിസ്പ്ലേ പോയി. അപ്പോൾ നമ്മളത്തേക്ക് വന്നു ഒരിക്കൽ എന്ത് ചെയ്യണം, അണ്ണൻ പാട്ടില്ലാതെ ചെയ്യണം, ട്രൂപ്പണം കയറ്റണം. അപ്പോൾ അതാണ് ഞാൻ അവിടെ ചെയ്തത്. സാധാരണ കൂടുതൽ ആൾക്കാരും IC ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ചെയ്യാറ്. പക്ഷെ ഞാൻ അങ്ങനല്ല, ഞാൻ ഇവിടെ ചെയ്യുന്നത് IC റിമൂവ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഡിസ്പ്ലേ പോവാതെ റിമൂവ് ചെയ്യുന്നതും ഫിക്സ് ചെയ്യുന്നതും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇതിന് സേഫ്റ്റി ആയിട്ട് ഡിസ്പ്ലേൻ്റെ സ്ട്രിപ്പ് നമുക്ക് സേഫ്റ്റി ആയിട്ട് ഒരു ഇത് വെക്കണം. ഒന്നെങ്കിൽ സ്റ്റെൻസിൽ വെക്കുക, അല്ലെങ്കിൽ ടാപ്പ് ഒട്ടിക്കുക, അങ്ങനെ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഗം നമുക്ക് കട്ട് ചെയ്യണം. നമുക്ക് സാധാരണ ഇപ്പോൾ ഹാർഡ് ഡിസ്ക് ചെയ്യുമ്പോഴും CP ചെയ്യുമ്പോഴും ഏത് വർക്ക് ചെയ്യുമ്പോൾ ഗമ്മുള്ള IC ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, 4 ഭാഗത്തുള്ള ഗം ആദ്യം കട്ട് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഹീറ്റ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് 263/40 ഈ ഒരു ബോളിൽ. അതാകുമ്പോൾ ഓവർ ഹീറ്റ് തട്ടൂല. നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് തന്നെ ഇതിൻ്റെ ഗം റിമൂവ് ചെയ്യാം. നമുക്ക് 4 ഭാഗത്തും ഗമ്മും പ്രോപ്പറായിട്ട് തന്നെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് IC എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ട്രാക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല. ഈ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഗമ്മ് കട്ട് ചെയ്യാൻ നോക്കണം മാക്സിമം. മറ്റേ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രിപ്പ് ഹീറ്റ് വരുമ്പോൾ എന്താ സ്ട്രിപ്പ് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കണക്ഷൻ ബ്രേക്ക് ആവാം, അങ്ങനെയൊക്കെ വരാം. ഇപ്പോൾ നമുക്ക് 4 ഭാഗത്ത് ഗമ്മും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് വരുന്നത് IC റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, മറ്റേ ബോർഡിൽ ചെയ്യുന്ന പോലെയല്ല സ്ട്രിപ്പ് ചെയ്യാറുണ്ട്. കാരണം സ്ട്രിപ്പ് ഡാമേജ് വരാം. ഇനി IC റിമൂവ് ചെയ്യുന്ന ഹീറ്റ് 360-60 ആണ്. അത് സാധാരണ IC റിമൂവ് ചെയ്യുന്ന ഹീറ്റ് തന്നെ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അധികം ടൈം കൊടുക്കരുത്, സ്പീഡിൽ കറക്കിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, IC ആണല്ലേ നമുക്ക് ഗമ്മ് ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഗമ്മും ലഡും എന്ത് ചെയ്യും വേറിടും. ആ സമയത്ത് നമ്മൾ സ്പോട്ട് നമുക്ക് ബ്ലേഡ് വെക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഓവറായിട്ട് പ്രസ് ചെയ്യരുത്. കാരണം ട്രാക്ക് ചിലപ്പോൾ വീക്കിൻ്റെ കൂടെ പറഞ്ഞു വരാം. അപ്പോൾ അങ്ങനെ സംഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പോൾ 2 ഇട്ടിട്ട് വേണം, കുറച്ച് റിസ്ക് വർക്കാണ്. അപ്പോൾ അധികം ബലം കൊടുക്കാതെ തന്നെ സിമ്പിളായിട്ട് നമ്മൾ വിക്കറ്റ് ക്ലീൻ ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കണം. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ ഫോട്ടോ എടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, BGA ഫ്ലെക്സ് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. BGA ഫ്ലെക്സ് അതല്ലാന്നുണ്ടെങ്കിൽ റോസിൻ ഫ്ലെക്സ് ഇത് ഉപയോഗിച്ചിട്ട് വേണം IC ഫിക്സ് ചെയ്യാൻ. അതെന്തിനാണെന്ന് വെച്ചാൽ IC ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും ചില കേസുകളിൽ 1 മാസം, ചിലപ്പോൾ 2 ആഴ്ച, ചിലപ്പോൾ 2 മാസം കഴിഞ്ഞാലൊക്കെ ടച്ച് വർക്ക് ചെയ്യാതെ വരും. ഇങ്ങനെ വരുന്നത് ചിലപ്പോൾ നമ്മൾ IC ഫിക്സ് ചെയ്യുമ്പോൾ ഡ്രൈ ആവുന്നതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിന് BGA ഫ്ലെക്സ് അറിയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫ്ലെക്സാണ്. അത് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ വരവ് കുറവാണ്. അപ്പോൾ അതോ റോസിൻ ഫ്ലെക്സ് ഉപയോഗിച്ചാൽ മതി. പിന്നെ അതുപോലെ നമ്മൾ റീബോളിന് PPD വരുന്നത് 183 മാൻഡിൻ്റെ 183 ആണ്. അതാണ് ഏറ്റവും നല്ലൊരു PPD. മെക്കാനിക്ക് ഈ കാര്യത്തിൽ വളരെ മോശമാണ്. മെക്കാനിക് കുറച്ചിൽ കുഴപ്പമില്ല, കോപ്പി നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ
ഒറിജിനലും കോപ്പിയും ഒക്കെ കണക്കാണ്. അപ്പോൾ നിങ്ങൾ മാൻഡിൻ്റെ പി പി ഉപയോഗിച്ചോളി. അത് നമ്മൾ നല്ലൊരു പി പി ഡി ആണ്. ഇപ്പോൾ ഐസ് റീബോർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബി ജി എഫക്സും അവിടെ കുറച്ച് ഓവറായിട്ട് ചെയ്ത് കുറച്ച് മാത്രം ചെയ്താൽ മതി. ഓവറായിട്ട് ചെയ്യുമ്പോൾ എന്ത് ഐസുകൾ നീങ്ങി കളിക്കും. നമുക്കിത് ഫിക്സ് ആയിട്ടെന്ന് അറിയണമെങ്കിൽ ചെയ്യാം. നമുക്കിത് ചെയ്യുന്ന സമയത്ത് ഇരിക്കുമ്പോൾ ഫ്ലെക്സ് പുറത്തൊക്കെ വരും. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇതിൽ ഹീറ്റാണ്. ഹീറ്റ് വന്നത് 280 ഇത് ഫിക്സ് ചെയ്യേണ്ടത്. ഓവറായിട്ട് ഫിക്സ് ചെയ്യുമ്പോൾ കൂടുതൽ നമ്മളോട് ഷോർട്ടാവാം. ഇവിടെ 280 40 എയർ. ഈ ഹീറ്റ് പക്ക ഹീറ്റായിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റുന്നില്ല. പ്രോപ്പറായിട്ടുള്ള കറക്റ്റിലായിരിക്കും. ഫ്ലെക്സ് പുറത്തൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. ഫ്ലെക്സ് പുറത്തൊക്കെ കാണിക്കാം. അപ്പോൾ ആക്കി കൊടുക്കുക. ഇതേപോലെ ചെയ്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അതിനത്ര റിസ്ക് ഒന്നും വേണ്ട ആവശ്യമില്ല. ഐസിങ്ങൾ ഫിക്സ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ ഭാഗത്തും ടച്ചിങ് വർക്കിങ്ങാണ്. അതേപോലെ ഫ്രൂട്ട് ഫിക്സ് ആയിട്ടുണ്ട്. ഫ്രൂട്ട് ഫിക്സ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ റൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സി പി യുടെ ആയാലും ഹാർഡ് ഡിസ്കിൻ്റെ ആയാലും വൈഫൈ ബോർഡ് വർക്കിങ് എന്തെങ്കിലും ട്രെയിനിങ് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ കമൻറ്റ് ബോക്സ് വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഇടാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് ഇൻഷാള്ള ടൈമില്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ, പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളി.